നമ്മളിങ്ങനെ ഈ പശുവിനെയൊക്കെ ഇങ്ങനെ തീറ്റിയിട്ട് ആ വരമ്പൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ ഇങ്ങനെ ഈ ആകാശത്ത് ഇങ്ങനെ ഈ മേഘങ്ങളൊക്കെ ഇല്ലേ, മേഘങ്ങളൊക്കെ ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ തേരായിട്ട് ചിലപ്പോ ഈ രാക്ഷസന്മാരുടെ ഒക്കെ ആ ഒരു രൂപമൊക്കെ അതിനകത്ത് കാണാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ശ്രീകൃഷ്ണനൊക്കെ ഇങ്ങനെ തേര് തെളിക്കുന്ന പോലുള്ളതൊക്കെ കാണും. അത് നല്ല രസമായിരുന്നു അത്. പക്ഷെ എന്തായാലും നമ്മളെ എന്താ പറയാ, നഗരത്തിലെ തിരക്കുകൾ എന്നൊക്കെ ഒന്ന് ഇതുപോലുള്ള ഒരു സ്ഥലത്തിരിക്കും. അല്ല നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോഴാണെങ്കിലേ ഈ ഒലിപ്പുറം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമുക്കറിയാം എന്തോരം ആൾക്കാരാണ് ഈ വരുന്നത്. കാരണം ഈ നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഈ പച്ചപ്പ് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ഇടയിലൊക്കെ ജീവിക്കുമ്പം അവരുടെ കണ്ണിന് കുളിർമയാകാൻ വേണ്ടിയിട്ടും പിന്നെ ശുദ്ധമായ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ അവരിങ്ങനെ തേടി നടക്കുകയാണ് പുതിയ സ്ഥലങ്ങളൊക്കെ. അപ്പം അതിന് ഒരു പരിധി വരെ ഈ ഇൻസ്റ്റാഗ്രാം ഈ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരില്ലേ, ഒക്കെ ചെയ്യുന്ന ട്രാവൽ വ്ളോഗുകാരൊക്കെ ഇല്ലേ, അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന അത്തരം ഈ റീൽസ് ഒക്കെ കാണുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ചിലപ്പം വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കും, അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി ചിലപ്പോൾ നമുക്ക് ആ ഫ്രെയിമിൽ കൂടിയേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സാധാരണ ഇതുവഴി പോകുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇത് ഇത്ര മനോഹരമാണെന്നൊന്നും ഒരിക്കലും അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റീലുകളൊക്കെ വരുമ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അതിശയം, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോലും ആയിരിക്കും അവർ കാണുന്നത്.